ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് തിരുപ്പൂര് വില കുറവിൽ ഡ്രസ്സുകൾ ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ. നിറയെ ഈ ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമ്മൾ തേടി കണ്ടുപിടിക്കണം. അതായത് ഏതൊക്കെ ഭാഗത്താണ് ഏറ്റവും വിലക്കുറവിലുള്ള ഡ്രസ്സുകൾ കിട്ടുക എന്നുള്ളത് നമ്മൾ തേടി കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ കിട്ടുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഞാൻ ഡ്രസ്സുകൾ നോക്കാൻ നടന്നിട്ട് അങ്ങനെ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇതാ ഇപ്പോൾ എടുക്കാൻ വേണ്ടി നിന്നു. ധാരാളം കടകളുണ്ട് കേട്ടോ. ഞാൻ കുറേ ഡ്രസ്സുകൾ എടുത്തു. ഏട്ടൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആയോ, ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇതിനൊക്കെ ഏകദേശം 30 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതിനൊക്കെ ഏകദേശം 30 രൂപയ്ക്ക് വരുള്ളൂ. തിരുപ്പൂർ ടവർ ഹോട്ടൽ, ഇത് ഹോട്ടലാണേ. ഇതൊക്കെ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്ന ഡ്രസ്സുകളാണ്. ഇതിന് എവിടെ റേറ്റ് എണ്ണ? 100 രൂപ. എല്ലാമേ 100 രൂപയാ? 200. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 50 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ ധാരാളം ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാൻറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടിയൊക്കെ ഒരു ട്രെൻഡി ടൈപ്പാണ്. ഞാൻ വാങ്ങിയത് അത് 250 രൂപയ്ക്കാണ്. നമ്മുടെ നാട്ടിലൊന്നും അത് 250 രൂപയ്ക്കൊന്നും കിട്ടില്ല. കണ്ടില്ലേ, നിറച്ച് ഇതിൻ്റെ മാത്രം കടകളാണ്. ഇങ്ങനത്തെ പാൻ അണ്ണാ, ഇതിന് എவ்வளோ റേറ്റ്? 1 പീസ് 20 രൂപ, 200. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണല്ലോ. കണ്ടില്ലേ, ഇത് എല്ലാമേ ഇത്ര രൂപയാ. ഇത് ബിലാൽ ഗാർമെൻറ്റ്സ് ട്രേഡിംഗ്. കണ്ടല്ലേ, ഇത് ഗാർമെൻറ്റ് ഷോപ്പാണ്. ഇത് ഹോൾസെയിലാണോ? റീറ്റെയിൽ ഇല്ലയാ? ഇത് എല്ലാമേ இந்த റേറ്റാ. കണ്ടില്ലേ, ഗാർമെൻറ്റ് ഷോപ്പ്. ഇത് ഇവിടെ റീറ്റെയിലും ഹോൾസെയിലും കൂടി ചെയ്യണ കടയാണ് കേട്ടോ ഇത്. പിന്നെതാ ഇവിടെ വേണ്ടല്ലേ, ഇത് കൂടുതലും ഇത് കണ്ടില്ലേ, ഇത് ഹോൾസെയിൽ കടയാണ് കേട്ടോ. എന്നാ ഇത് ഹോൾസെയിലാ? സരി, ഇത് ഹോൾസെയിലാ. അങ്ങോട്ട് പോവാ, വാ, വീഡിയോ എടുക്കട്ടെ, വാ. അണ്ണ എവിടെ? അണ്ണ എവിടെ? അണ്ണ, ഇതെല്ലാം ഹോൾസെയിൽ കടകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയുള്ള ധാരാളം കടകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേയൊക്കെ കണ്ടുപിടിച്ച് ഏറ്റവും വിലക്കുറവിലുള്ള ഡ്രസ്സുകൾ മാത്രമാണ് നമ്മളിപ്പോൾ വാങ്ങിയേക്കണത്. ഇപ്പോൾ ഏട്ടൻ്റെ വണ്ടിയുടെ അത് കണ്ടില്ലേ, ഏട്ടൻ്റെ വണ്ടിയുടെ ഈ ഭാഗത്തായിട്ട് ഞങ്ങൾ നീല കവറിൽ തൂക്കിയിട്ടേക്കുന്നത് മുഴുവൻ ഡ്രസ്സുകളാണ് ഗൈസ്. അതായത് ഏറ്റവും റേറ്റ് കുറവിൽ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ. ഏകദേശം 30 രൂപയായിട്ടോ ഒരു ടോപ്പിനൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഞങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാൻറ്റിന് കുറച്ച് റേറ്റ് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി നല്ലൊരു ട്രെൻഡി മോഡൽ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങുമ്പോൾ ഏകദേശം 800 രൂപ 900 രൂപ 1000 രൂപയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന അങ്ങനത്തെ മോഡൽ
ഒരു പാൻറ്റാണ് വാങ്ങിയേക്കണത്. അപ്പോൾ അതിന് മാത്രം ഒരു 250 രൂപ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ 30 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനത്തെ ഒരു 6 ജോഡി എടുത്തിട്ടുണ്ട് ഞാൻ 30 രൂപയുടെ. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. SP ഗാർമെൻറ്റ്സ് കിഡ്സ് ലേഡീസ് വെയർ. കണ്ടാമാ നിറയെ ഇருக்கு. ഇതെല്ലാം ഹോൾസെയിലാണ്, ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന. കടയിലേക്കൊക്കെ നമ്മൾ വേണമെങ്കിൽ നമ്മളൊക്കെ ഒരു കടയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ അധികം സംഭവങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കണ്ടില്ലേ, ഇതിനൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ 800 രൂപ 900 രൂപയൊക്കെ കൊടുക്കണം. ജീൻസ് പാൻറ്റുകൾക്കൊക്കെ ഇവിടെ ഏകദേശം 250 രൂപയൊക്കെ വരുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇവിടെ മുഴുവനും ഇങ്ങനത്തെ ഗാർമെൻറ്റ് ഷോപ്പുകളും അതുപോലെ തന്നെ വലിയ വലിയ ഫാക്ടറികളും കമ്പനികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ റേറ്റിന് നമുക്ക് കിട്ടണത് കേട്ടോ. അണ്ണി, എങ്ങനെയാണ് നമുക്കിവിടെ വിലക്കുറവിലെ ഡ്രസ്സുകൾ കിട്ടണത്? അത് இந்த மாதிரி சின்ன சின்ன ரேட்டுன்னு எங்கே ட்ரெஸ்ஸு கிடைக்கும்? இது வந்து காதர்பேட்டையில் சின்ன சின்ன ட்ரெஸ்ஸு எல்லாமே கம்மி ரேட். அது டிஷர்ட்டு, ட்ராக்கு, பிளாசோ பேண்ட்டு, குட்டீஸ்களுக்கு ஷார்ட்ஸு, டாப்பு, பாட்டம் எல்லாமே 10 ரூபீலேருந்து 100 ரூபீ வரைக்கும் சின்ன சின்ன ஐட்டம். அது எங்கே எவ்வளோ இங்கே கிடைக்குது? இது வந்துட்டு காதர்பேட் கரெக்ட் லொக்கேஷன்னா காதர்பேட் உஷா தேட்டருக்கும் முன்னாடி காதர்பேட்டு. அங்கனக்குள்ளே எல்லா ஐட்டமும். அப்படியா? இந்த கம்மியாக ரேட்டுன்னு எங்கே இவருக்கு விற்க முடியுது? கம்மியாக ரேட்டுன்னு எங்கே விற்க முடியுது? ஹோல்சேல் ரேட்டில். ஆமாம் ஆமாம். நம்ம குட்டி குட்டி ஷாப் மாதிரி வச்சு ஹோல்சேல் ரேட்டில் எடுத்துகிட்டு போயிட்டு கம்மியான விலைக்கு போய் அங்கே நம்மளுக்கு தெரிந்த காஸ்ட் வச்சு இருந்தீங்கன்னா விற்கலாம். அப்படியா? அடாஸ், டேமேஜ் பீஸ், எந்த பீஸுமே எதுவுமே இருக்காது. ஃபுல்லாக ப்ரெஸ் பீஸ் மட்டும் ஃபுல் ஹோல்சேல் இருக்குது, ரீட்டைல் இருக்குது, செப்பரேட் பீஸு, செட் ஐட்டம் அது எல்லாமே தனித்தனியாக. அப்படியா? ஓகே. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ 30 റുപ്പീസിന് എങ്ങനെ എന്താ ടോപ്പുകളെല്ലാം കിടക്കും എന്നുള്ളത്. അത് തന്നെ ഞാൻ കേട്ടെ. இது வந்து திருப்பூர் பழைய பஸ் ஸ்டாண்ட். கரெக்ட் லொக்கேஷன்னா காதர்பேட் கேட்டாவே சொல்லிடுவாங்க. அங்கே வந்து கம்மி ப்ரைஸில் ஒரு ரவுண்ட் சுற்றி பார்த்துட்டு செப்பரேட் கடைக்கு போயிட்டு விசாரித்து பார்த்துட்டு வாங்கினோம்னா கொஞ்சம் கம்மியான ரேட்டில் கிடைக்கும். ഈ പുതുസ് കടയൊക്കെ തുടങ്ങുന്ന புதிய கடை தொடங்கணும்னா ஒரு ஃபஸ்ட்டு இங்கே வந்து பார்க்கலாம். ஃபஸ்ட்டு எல்லா இடத்தையும் பார்த்துட்டு அதுக்கப்புறம் ரேட் விசாரிச்சுட்டு அதுக்கப்புறம் போய் வாங்கிக்கலாம். இதுக்காக ரொம்ப கம்மியாயிட்டு ட்ரெஸ் கிடைக்குமா? இதுக்கு கம்மி கிடைக்காது. ஓகே, இது நம்ம பேசி வாங்கலாம். அப்படியா? ரேட்டு கம்மி பண்ணி அப்போ ஜாஸ்தி பீஸ் எடுத்தாச்சு, ஜாஸ்தி ரீட்டைல் எடுத்தாச்சு அப்படின்னா கொஞ்சம் ரேட் கம்மி பண்ணி நம்ம வாங்கிக்கலாம். அப்படியா? சரி. இப்போ பீஸ் வந்து ஒரு 10 பீஸ் 15 பீஸ் எடுத்துக்கிட்டா ஒரு பீஸ்க்கு உள்ள கம்மி ரேட் அதுக்கு அப்போ இனி இங்கே நிறைய கடைகள் இருக்குமா? இனி எல்லா கடைகளும் இருக்கும். பொங்கல் ஃபெஸ்டிவல்னால எல்லா கடையும் க்ளோஸ் ஆகிடும். அப்படியா? பொங்கலுக்கு எல்லாம் லீவுக்கு போயிருக்காங்க. ஆமாம், கொஞ்சம் கம்மி கடையும் இருக்குது. ஆமாம், எல்லாமே பூராவுமே ஹோல்சேல் ரேட். பூரா ஹோல்சேலு. கடைகளுக்கு வாங்கிட்டு போய் சேல்ஸ் பண்ணணும் அப்படின்னா இது வாங்கிட்டு போயிருக்கோம். ஆமாம், ரேட் கம்மி தான். நம்ம பட்ஜெட்குள்ளே தான் இருக்குது. ரொம்ப கம்ஃபர்டபுளான ரேட்டு, கம்மியாக தான் இருக்குது. அப்படியா? ஓகே. இனி இவ்வளோ என்ன பார்க்குறதுக்கு உள்ளது? இனி டிஷர்ட்டு, பேபி செட்டு, இப்போ ஷார்ட்ஸு, ஜென்ஸு ஷார்ட்ஸு, இந்த பூரா பனியன் கிளாத்து
லோகேஷ் கார்மெண்ட்ஸ். இது பூரா ஹோல்சேல் அண்ட் ரீட்டைல் கிடைக்கும், ரெண்டுமே கிடைக்கும். சின்ன குட்டீஸுண்ட அண்ணி இது பாக்கு, இது எவ்வளோ ரேட்டு அக்கா? சொல்லுங்கப்பா. இது ரேட் எவ்வளோ? 320. 320. ஏம்மா கொஞ்சம் ரேட்டு கம்மியாகி கொடுங்கோ. எத்தனை பண்ணலாம்? வேண்டாம் வேண்டாம். ஓகே, அந்த மாதிரி க்ளோஸு நைஸாகிட்டு இருக்கு. மேக்ஸு நல்ல பிராண்டு. இது எவ்வளோ ரேட்டு? இதுதானே நம்ம 30 ருபீஸ். நான் அங்கேருந்து வாங்கியாச்சு. சின்ன சைஸு. இந்த மாதிரி ஃபேப்ரிக்கில் இருந்தாலும் ஆமாம். ரொம்ப கலெக்ஷன்ஸ் இருக்கு. ஆமாம். ஆமாம் ஆமாம். എനിക്ക് ഇന്ന് പിടിച്ചാച്ച്, പക്ഷേ ரொம்ப റേറ്റ് ஜாஸ்தி. இது என்ன பிராண்டு? அப்படியா? கேட்டாச்சா அண்ணி? பார்க்குறாங்க.